കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ സ്റ്റാർ ഓഫ് ദി ഡേ നൽകിയത് ഏറ്റവും ഉചിതമായ കരങ്ങളിലേക്കാണ്. അതുപോലെ തന്നെ ഏറ്റവും ഉചിതമായ ഇന്ന് നമ്മൾ തുടങ്ങിയത് എങ്ങനെയാ? അതെ, മലപ്പുലയാട്ടം വെച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. ഈ കലോത്സവത്തിന്റെ പ്രത്യേകതയാണിത്. അവിടേക്ക് ഈ കുട്ടികളെ പരിശീലിപ്പിച്ചു കൊണ്ടുവന്ന രണ്ടുപേരാണ്. അതെ, ഇടുക്കി മറയൂരിൽ നിന്നാണ് മലപ്പുലയ വിഭാഗത്തിൽപ്പെട്ട 2 പേരാണ് ആ താരങ്ങൾ. അവർ പരിശീലിപ്പിച്ച 8 ടീമുകളാണ് ഈ കലോത്സവത്തിൽ മാറ്റിവെച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം അവരെ ഒന്ന് അറിയാം, ശേഷം അവർക്കുള്ള ആദര ചടങ്ങിലേക്ക് പോകാം. ചെറുപ്പത്തിൽ ഞങ്ങൾ അമ്മയോ മുത്തശ്ശിയോ കണ്ട് പഠിച്ചതാണ് ഞങ്ങൾ. മക്കൾക്കും പേരക്കുട്ടിക്കുമൊപ്പം മത്സരാർത്ഥികളെ പരിശീലിപ്പിക്കാനും ഒരുക്കാനും എത്തിയതാണ് ഗണേശ്വരി. 6 വയസ്സുള്ളപ്പോൾ മുതൽ മലപ്പുലയാട്ടം ആടിത്തുടങ്ങിയ മറയൂരുകാരി ഇപ്പോൾ പേരക്കുട്ടിക്കൊപ്പവും ആ കല തുടരുന്നു. 4ാം ക്ലാസ് പഠിക്കുമ്പോൾ ഇതിന്റെ ആർഡർ ആദിവാസി ഊരിൽ നിന്നും കലോത്സവ വേദിയിലെത്തുമ്പോൾ കലയിലൂടെ വേർതിരിവിന്റെ ഒരു വര പതിയെ മാഞ്ഞില്ലാതാകുന്നത് കാണാം. വിളിച്ചു പറയാതെ പ്രകടനങ്ങളൊന്നുമില്ലാതെ പല സംസ്കാരങ്ങൾ ചേർന്ന് നിൽക്കുന്നത് കാണാം. ഞങ്ങളെ കുറേ മാറ്റി നിർത്തിയിട്ടുണ്ട്. കുറേ കാര്യങ്ങളിൽ താഴ്ത്തപ്പെട്ട ഒരാൾക്കാരാന്നുള്ള ഒരിതിലങ്ങനെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇപ്പോഴങ്ങനൊന്നുമില്ല. ഇതിപ്പോൾ കാണുമ്പോൾ എനിക്ക് ഒരു കണ്ണിലെ നീര് വരുന്നത് പോലെ ഒരു ഇതുണ്ട്. കട്ട, കുഴൽ, ഇടിമിട്ടി, മെറാസി, ചിലങ്ക ഇവയാണ് പ്രധാന വാദ്യങ്ങൾ. വായ്പാട്ടില്ലാതെ താളങ്ങൾക്കൊത്താണ് ചുവടുവെക്കുന്നത്. ഊരിലെ ഉത്സവത്തിനും കല്യാണത്തിനും രാത്രി ഇരുട്ടി വെളുക്കുവോളം കൂട്ടമായി ചേർന്നാടുന്നതാണ് മലപ്പുലയാട്ടം. അങ്ങനെ ആ ആനന്ദത്തിന്റെ ഒരു തുള്ളി രസം കലോത്സവ വേദിയിലേക്കും അനേകം ആസ്വാദകരുടെ മനസ്സിലേക്കും. അങ്ങനെ ഊരുകൾക്ക് മാത്രം സ്വന്തമായിരുന്ന ചുവടുകളും അവിടെ മാത്രം കേട്ടിരുന്ന താളങ്ങളും പല ദിക്കുകളിലേക്ക്, പല ദേശങ്ങളിലേക്ക് പടരുകയാണ് കലോത്സവത്തിലൂടെ. ആ കാഴ്ചയുടെ സന്തോഷത്തിൽ ഇവിടെ നിന്നും മടങ്ങുന്നു. ബിജു VS-നൊപ്പം സൗമ്യ കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്. ഹാപ്പി സ്റ്റാർ ഓഫ് ദി ഡേ പ്രഖ്യാപന ചടങ്ങിലേക്കാണ് ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ പന്നിൻ രവീന്ദ്രനെ ഞങ്ങൾ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഏറ്റവും പ്രിയപ്പെട്ട ദേവിക്കും രമണിക്കും മാതൃഭൂമി ഹാപ്പി സ്റ്റാർ ഓഫ് ദി ഡേ പുരസ്കാരം സമ്മാനിക്കുന്ന ശ്രീ പന്നിൻ രവീന്ദ്രനാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടു കൂടി നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ശരി, ഇനി ആ സ്റ്റാർ ഓഫ് ദി ഡേ കടന്നു വരൂ. ശ്രീമതി ദേവി, ശ്രീമതി രമണി, 8 ടീമുകളെ പരിശീലിപ്പിച്ച് ചില്ലറ കാര്യമല്ല സമ്മാനം നേടിക്കൊടുത്ത സന്തോഷമുണ്ടോ? കുട്ടികളൊക്കെ നന്നായി പെർഫോം ചെയ്തു. വളരെയധികം സന്തോഷമുണ്ട്. നല്ലപോലെ പെർഫോം ചെയ്യുന്നുണ്ട്. വളരെ സന്തോഷം. അല്ല, ഈ 8 ടീമിനൊക്കെ മത്സരിപ്പിച്ചു വരുമ്പോ നിങ്ങൾക്കൊരു ടെൻഷൻ, ഇത് ഏത് ടീം നന്നാവുന്നു, അതെങ്ങനെയാ കൈകാര്യം ചെയ്ത്? അല്ല, കുട്ടികൾ വല്ല പറയില്ലേ ടീച്ചറെ അവർക്ക് കൂടുതൽ നമ്പർ പറഞ്ഞു കൊടുക്കില്ലേ? അങ്ങനൊന്നുമില്ല. ഇല്ല, ഞങ്ങൾ എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് പരിശീലിപ്പിച്ചത്. ശരി, നിങ്ങളുടെ കൈകളിലേക്ക് സമ്മാനം എത്തുന്നതിൽ ഞങ്ങൾക്കും വലിയ സന്തോഷമുണ്ട്. കേരളം മുഴുവൻ ഈ കലാരൂപത്തെ ഹൃദയം നിറഞ്ഞു സ്വീകരിക്കട്ടെ. എന്താണ് സാർ പറയുന്നത്? തീർച്ചയായിട്ടും ഇതുപോലൊരു കലാരൂപം തലസ്ഥാനത്ത് മുഴുവൻ അവതരിപ്പിക്കുമ്പോൾ കേരളം മുഴുവൻ ശ്രദ്ധിക്കും. കാരണം ഇവർ ചിലപ്പോൾ ഇങ്ങനെ ധരിച്ച് കാണില്ല. പക്ഷെ ഇവിടെ കാണാൻ വന്ന ആളുകൾ എത്ര കൗതുകത്തോടെ അത് കണ്ടിരുന്നത്. ഇതുവരെ കണ്ടിരുന്ന താളവും മേളവും ചുവടുവെപ്പുമെല്ലാം വ്യത്യസ്തമായി അവർ ഒരു നൃത്തരൂപം അവതരിപ്പിച്ചു. ഇത് പ്രാചീന കലയുടെയും പ്രാചീന സംസ്കാരത്തിൻ്റെയും ഭാഗമാണ്. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുക. നമ്മുടെ നാടിൻ്റെ നിൽപ്പിന് അതല്ലേ. നമ്മുടെ നാട് പഴയ കാലം മറന്നോടല്ലോ, പഴയതിൽ നിന്നും പുതിയതിലേക്ക് പോവുക. അതുകൊണ്ട് പഴയതിനെ കൈവിടാതെ പുതിയത് കൂടി ചേർത്തുകൊണ്ട് പോകുന്നു. നിങ്ങൾ ചെയ്തിരിക്കുന്നൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഇത് നാട്ടിലാകെ പരമാവധി പ്രചരിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയും. അത് കഴിയണം. അവരുടെ ആ വലിയ കർമ്മത്തിനുള്ള ഏറ്റവും ഞങ്ങളാൽ ഒരു ആദരമാണ് അങ്ങ് ഇത് അവർക്ക് കൈമാറണം. മാതൃഭൂമി ഹാപ്പി സ്റ്റാർ ഓഫ് ദി ഡേ പുരസ്കാരം. മാതൃഭൂമി ന്യൂസ് ഹാപ്പി സ്റ്റാർ ഓഫ് ദി ഡേ ദേവി രമണി. പ്രത്യേകം പ്രേക്ഷകർ ശ്രദ്ധിക്കുക, 8 ടീമുകളെ മലപ്പുലയാട്ട വിഭാഗത്തിൽ ഇവിടെ പരിശീലിപ്പിച്ചു കൊണ്ടുവന്നവരാണ്. ആദ്യമായി ഗോത്രകലകൾ ഇവിടെ എത്തുമ്പോൾ ഏറ്റവും ഉചിതമായ കൈകളിലേക്ക് ഒരുപാട് സന്തോഷം. മാതൃഭൂമി ന്യൂസ് ഹാപ്പി സ്റ്റാർ ഓഫ് ദി ഡേ. മക്കളെ കൊട്ടിക്കോ. ഈ മൊമെന്റ് ആഘോഷമാക്കാൻ കാസർഗോഡ് നിന്നുള്ള മിടുക്കന്മാർ